പാലക്കാട് മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കുടുങ്ങി വാർത്തയിൽ ഇടം നേടിയ ബാബുവിനെ ഓർമ്മയില്ലേ? ഈ ബാബുവിൻ്റെ മാതാവും സഹോദരനും ഇന്ന് വെളുപ്പിന് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മലമ്പുഴ ചെറാട് വാടകയ്ക്ക് താമസിക്കുന്ന റഷീദ, മകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. പാലക്കാട് കടുക്കാംകുന്ന് പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നിഖിൽ ഈ അപകടം ഉണ്ടായത്? ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇരുവരെയും ട്രെയിൻ തട്ടി നിലയിൽ കണ്ടെത്തിയത്. ഇരുവരും ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. ഈ ബാബുവിൻ്റെ അമ്മ റഷീദയെ മലയാളികൾ മറക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം ബാബു മലയ്ക്ക് മുകളിൽ അകപ്പെട്ട 45 മണിക്കൂറും അതിന് താഴെ പൊരുവെയിലത്തും രാത്രിയിലുമെല്ലാം മഞ്ഞിന് നടുവിലുമെല്ലാം അവരവിടെ ബാബുവിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ബാബുവിൻ്റെ നിസ്സഹായാവസ്ഥ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ടത് ആ അമ്മയിലൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളിക്ക് സുപരിചിതയാണ് അവർ. എന്നാൽ പിന്നീട് ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ നാട്ടുകാരെയും അതോടൊപ്പം തന്നെ മാതാവിനെയും ഒക്കെ ബാബു ചീത്ത വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ചില ലഹരി മരുന്നുകൾക്കൊക്കെ അടിമയാകുന്ന സാഹചര്യവും ബാബു അടിമയാകുന്ന സാഹചര്യവും പിന്നീട് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇരു വീടുകളിലുമാണ് ഇതിനുശേഷം രണ്ടുപേരും താമസിച്ചിരുന്നത്. അതിനിടയിലാണ് ഇന്നലെ രാത്രി തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസിന് മുന്നിൽ ചാടി ഇരുവരും ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. പോലീസ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. മൃതദേഹങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമല്ല. ഇരുവരുടെയും മൃതദേഹം മറ്റു നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എന്തായാലും മലയാളികൾക്ക് വലിയ നോവായി മാറിയിരിക്കുകയാണ് ആ മാതാവിൻ്റെയും അതോടൊപ്പം തന്നെ സഹോദരൻ്റെയും വിയോഗം. കാരണം ഒരു രാത്രിയും ഒരു പകലുമെല്ലാം ആ കുടുംബത്തിനൊപ്പം നിലയുറപ്പിച്ചവരാണ് മലയാളികൾ. അതിനുശേഷം ബാബുവിനെ താഴെ ഇറക്കിയതിനു ശേഷം അവരുടെ പിറന്നാൾ ആഘോഷവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മലയാളിക്ക് സുപരിചിതയായ ഒരു മാതാവാണ് അവർക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.